ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പല തരത്തിലും വർദ്ധിച്ചു. ഇസ്രായേൽ ഗാസ മുനമ്പിൽ തങ്ങളുടെ സാന്നിധ്യം നാടകീയമായ രീതിയിലാണ് വർദ്ധിപ്പിച്ചത്. ഇസ്രായേൽ സൈന്യം മേഖലയുടെ 50% നിയന്ത്രിച്ചു വരികയാണ്. പലസ്തീനികളെ ഒരു ചെറിയ പ്രദേശത്തേക്ക് അവർ തള്ളിവിടുകയാണ്. ഇസ്രായേൽ നെറ്റ്സാരിയും ഇടനാഴിയും ഒരു ബഫർ സോണും സ്ഥാപിച്ചതിലൂടെ സംഘർഷം പുനരാരംഭിച്ചതിന് ശേഷം അതിന്റെ വലിപ്പം ഇരട്ടിയായി. ഇസ്രായേലിന്റെ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രാജ്യത്തെ സൈനിക നിയന്ത്രണം ഗാസയിലേക്ക് 3 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഇത് നിരവധി മാരകമായ ആക്രമണങ്ങൾക്ക് കാരണമായി. ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയ ഒരു കൂടാരത്തിൽ അടുത്തിടെ നടന്ന ആക്രമണം ഉൾപ്പെടെ ഇതിൽ അടയാളപ്പെടുത്തുന്നു. പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം ആക്രമണത്തെ അപലപിച്ചു. ഹീനമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കൺവെൻഷനുകളെയും ലംഘിക്കുന്ന മനഃപൂർവമായ പ്രവൃത്തിയെന്ന് പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം വിശേഷിപ്പിച്ചു. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും 15 അംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മാർച്ച് 23-ന് തെക്കൻ ഗാസയിലെ റാഫയിൽ ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും വാഹനവ്യൂഹം ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സംഭവത്തിൽ 8 റെഡ് ക്രസന്റ് തൊഴിലാളികളും 6 പലസ്തീൻ സിവിൽ ഡിഫൻസിൽ നിന്നുള്ളവരും ഒരു ഐക്യരാഷ്ട്രസഭ പ്രവർത്തകനും കൊല്ലപ്പെട്ടു. പാരാമെഡിക്കുകളുടെ കൊലപാതകത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ റെഡ് ക്രസന്റും ആവശ്യപ്പെട്ടു. മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്ത വീഡിയോയിൽ യൂണിഫോം ധരിച്ച ജീവനക്കാരെ വെടിവെക്കുന്നതും വ്യക്തമായി അടയാളപ്പെടുത്തിയ ആംബുലൻസുകളും ലൈറ്റുകൾ ഓണാക്കിയ ഫയർ ട്രക്കുകളും ഇസ്രായേലി സൈനികർ വെടിവെക്കുന്നതും കാണാം. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ അപൂർവ സന്ദർശനത്തിനിടെ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തലിന് UAE വിദേശകാര്യമന്ത്രി സമ്മർദ്ദം ചെലുത്തി. ഗാസ 300 വരെ കേടുപാടുകൾ സംഭവിക്കാത്ത വാർഹെഡുകൾ ഉണ്ടെന്ന സൂചനയുണ്ട്. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ട്രയാഡിൽ F-15, F-16 യുദ്ധവിമാനങ്ങൾ, ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ, ജെറിക്കോ സീരീസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ വഴിയുള്ള ഡെലിവറി ഓപ്ഷനുകളും ഉൾപ്പെടുന്നു.